ട്രംപിന് വീണ്ടും തിരിച്ചടി. അനധികൃത കുടിയേറ്റക്കാരെ ഗ്വാണ്ടനാമോ തടവറയിലേക്ക് മാറ്റുവാനായുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് തിരിച്ചടി. കുപ്രസിദ്ധ തടവുകാരെ പാർപ്പിച്ച കേന്ദ്രമാണ് ഗ്വാണ്ടനാമോ. 3 വെനസ്വേലൻ കുടിയേറ്റക്കാരെ ന്യൂ മെക്സിക്കോയിലെ തടങ്കലിൽ നിന്ന് ഗ്വാണ്ടനാമോയിലേക്ക് മാറ്റുവാനുള്ള നടപടിയാണ് ഫെഡറൽ കോടതി താൽക്കാലികമായി തടഞ്ഞിരിക്കുന്നത്. ന്യൂ മെക്സിക്കോ ജില്ലാ കോടതി ജഡ്ജി കെന്നത്ത് ജെ ഗോൺസാലയാണ് ഉത്തരവിട്ടത്. ട്രെൻഡി അരഗോ സംഘവുമായി ബന്ധമുണ്ടെന്ന് തെറ്റായി ആരോപിച്ചാണ് തടങ്കലിട്ടിരിക്കുന്നതെന്ന് വെനസ്വേലൻ കുടിയേറ്റക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചു. നിയമസേവനം ലഭിക്കുന്നതിനുള്ള അനിശ്ചിതത്വം മാറുന്നതുവരെ ഉത്തരവ് തടയണമെന്ന ഇവരുടെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. ഭരണഘടനാ അവകാശ കേന്ദ്രം, ന്യൂ മെക്സിക്കോയുടെ അമേരിക്കൻ പൗരാവകാശ യൂണിയൻ, ലോ അമേരിക്ക കുടിയേറ്റ ഉപദേശക കേന്ദ്രം എന്നിവ നൽകിയ പരാതിയുടെ ഭാഗമായാണ് ഇവർ കോടതിയെ സമീപിച്ചത്. അതേസമയം കോടതി ഉത്തരവിനോട് US കസ്റ്റംസ് ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് വകുപ്പ് പ്രതികരിച്ചിട്ടില്ല. ട്രംപ് വീണ്ടും പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം 8000 അനധികൃത കുടിയേറ്റക്കാരെയാണ് അറസ്റ്റ് ചെയ്തത്. അതിനിടെ US പൗരന്മാരുടെ രഹസ്യ വിവരങ്ങൾ സ്വന്തമാക്കുവാനുള്ള ശതകോടീശ്വരനും വ്യവസായിയുമായ ഇലോൺ മസ്കിന്റെ സർക്കാർ കാര്യക്ഷമതാ വകുപ്പിന്റെ നീക്കവും നേരത്തെ കോടതി ഇടപെട്ട് തടഞ്ഞിരുന്നു. US ട്രഷറി വകുപ്പിന്റെ രഹസ്യരേഖകൾ സർക്കാർ കാര്യക്ഷമതാ വകുപ്പിന് കൈമാറുന്നതിനാണ് വിലക്കിയത്. വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് രഹസ്യരേഖകൾ ആവശ്യപ്പെട്ട കാര്യക്ഷമതാ വകുപ്പ് നടപടി നേരത്തെ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. സാമൂഹിക സുരക്ഷ, ബാങ്ക് അക്കൗണ്ട് നമ്പർ തുടങ്ങിയ വ്യക്തികളുടെ രഹസ്യ വിവരങ്ങളാണ് മസ്കിന്റെ ടീം വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്നത്. ഇതിനെതിരെ 19 ഡെമോക്രാറ്റിക് അറ്റോർണി ജനറൽ കോടതിയെ സമീപിക്കുകയായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്റെ നേതൃത്വത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കാത്ത സംഘത്തിന് രഹസ്യ വിവരങ്ങൾ ആവശ്യപ്പെടാൻ അധികാരമില്ലെന്ന് ന്യൂയോർക്ക് അറ്റോർണി ജനറൽ ലെറ്റീഷ്യ ജെയിംസിന്റെ നേതൃത്വത്തിൽ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. ടാക്സ് റീഫണ്ട്, സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ, വിരമിച്ച സൈനികർക്കുള്ള ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ട്രഷറി വകുപ്പിന്റെ സെൻട്രൽ പേയ്മെന്റ് സംവിധാനത്തിലൂടെയാണ്. ഓരോ വർഷവും കോടിക്കണക്കിന് ഡോളറിന്റെ ഇടപാട് നടക്കുന്ന ഈ സംവിധാനത്തിൽ നിരവധി അമേരിക്കക്കാരുടെ സാമ്പത്തിക വിവരങ്ങളും വ്യക്തി വിവരങ്ങളുമുണ്ട്. ട്രംപ് അധികാരമേറ്റ ജനുവരി 20 മുതൽ ട്രഷറി വകുപ്പിന്റെ സിസ്റ്റത്തിൽ നിന്ന് രേഖകൾ ശേഖരിക്കുന്നതിൽ നിന്ന് എല്ലാവരെയും കോടതി വിലക്കിയിട്ടുണ്ട്. അത്തരം രേഖകൾ ഡൗൺലോഡ് ചെയ്തവർ അത് ഉടൻ ഡിലീറ്റ് ചെയ്യണമെന്നും ഉത്തരവിൽ പറയുന്നു. ബറാക് ഒബാമ പ്രസിഡന്റായിരിക്കെ നിയമിച്ച ജഡ്ജിയാണ് പോൾ എ എംഗൽമേയർ. അറിയപ്പെടുന്ന വ്യവസായിയായ ഇലോൺ മസ്ക് ആണ് ട്രംപ് ഭരണകൂടം രൂപം നൽകിയ ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന് നേതൃത്വം നൽകുന്നത്. ഡോജ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ അനാവശ്യ ചെലവുകൾ കണ്ടെത്തുന്നതിനും ഒഴിവാക്കുന്നതിനും വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയാണ് ഈ വകുപ്പിന്റെ ലക്ഷ്യം. ട്രഷറി വകുപ്പിന്റെ രേഖകളിലേക്കും മറ്റ് വിവിധ സർക്കാർ ഏജൻസികളിലേക്കുമുള്ള ഡോജിന്റെ കടന്നുകയറ്റത്തിനെതിരെ വ്യാപക വിമർശനം ഉയരുന്നുണ്ട്. ഭരണകൂടത്തിന്റെ തന്ത്രപ്രധാന മേഖലയിലേക്ക് ഇലോൺ മസ്കിന്റെ സ്വാധീനം വർദ്ധിക്കുന്നതിലാണ് വിമർശകരുടെ പ്രധാന ആശങ്ക. കേസിൽ ഫെബ്രുവരി 14 കോടതി വാദം കേൾക്കും. വിഷയത്തിൽ വൈറ്റ് ഹൗസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്ന് വാർത്ത പുറത്തുവിട്ട അസോസിയേറ്റ് പ്രസ് പറയുന്നു.